ഏലിയാവിന്റെ കാലഘട്ടത്തിൽ അനേക പ്രവാചകന്മാരെ ഉപദ്രവിച്ചു, കൊന്നുകളഞ്ഞു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഏലിയാവിനെ പിടിക്കുവാൻ ചിലർ വന്നു. സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി, നശിച്ചുപോയി. ഇവിടെ ഇതാ എലീശയ്ക്കെതിരെ സംസാരിച്ചതേ ഉള്ളൂ, കരടി വന്ന് എല്ലാത്തിനെയും തീർത്തു. അതിന്റെ അർത്ഥം, ദൈവത്തിന്റെ ആത്മസാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ എത്ര അളവിലുണ്ടോ അതിനനുസരിച്ച് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവാത്മാവിന്റെ സാന്നിധ്യം കുറച്ചേ ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടേക്കാം, അടി വാങ്ങിയേക്കാം. ഓക്കെ, പലരും നിങ്ങൾക്കെതിരെ പലതും ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല എന്ന് വരും. എന്നാൽ നിങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് വചനമനുസരിച്ച് നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവഭക്തിയിലും ദൈവകൃപയിലും കർത്താവിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നിസ്സാരമായി നിങ്ങളോട് അടുക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഏലിയാവിനോടും എലീശയോടും നിസ്സാരത്വത്തോട് അടുക്കുവാൻ, അവർക്കെതിരെ നിസ്സാരമായി സംസാരിക്കുവാൻ പോലും ദൈവം അനുവദിച്ചിട്ടില്ല. അവരെ കർത്താവ് മാനിച്ചു, ദൈവത്തിന്റെ കൃപയാൽ നിറച്ചു, ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. നിങ്ങൾക്കെതിരെ നിസ്സാരമായി വായ് തുറന്നാൽ സ്വർഗം ചോദിക്കുന്ന ഒരു അനുഭവം. ആമേൻ. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കുഞ്ഞുമക്കൾ, നിങ്ങളുടെ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ അധ്യാപകരെ മോശം പേരുകൾ പറഞ്ഞും കളിയാക്കിയും പല പേരുകൾ പറഞ്ഞും വിളിക്കുമായിരിക്കും. ഒരുപക്ഷെ ആ അധ്യാപകൻ ദൈവകൃപയുള്ള ദൈവഭക്തനാണെങ്കിൽ കുഞ്ഞുങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത് ശാപമായി മാറും.